ഓക്കെ അല്ലേ വെച്ചിട്ട് ഓടി ഓക്കെ അല്ലേ കൊടുക്കട്ടെ സാർ ഇപ്പോൾ വിഴിഞ്ഞം അത് തുറമുഖത്തിൻ്റെ മദർഷിപ്പ് എത്തിയതോടെ വലിയൊരു നാഴികക്കല്ലിലേക്കാണ് കേരളം കടന്നു പോകുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷേ അത്രത്തോളം സന്തോഷമുണ്ടെന്ന് സത്യസന്ധമായി എനിക്ക് പറയാൻ കഴിയില്ല. ആദ്യമായിട്ടൊരു കപ്പൽ വരുന്നതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. ഒരിക്കലും നടക്കില്ല, നടത്തില്ല എന്ന് പലരും വാശി പിടിപ്പിച്ച ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം. ഭാഗ്യവശാൽ ആദ്യത്തെ കപ്പൽ വരുന്നത് കാണാൻ പറ്റി. നേരിട്ടല്ലെങ്കിലും ടെലിവിഷനിലൂടെയെങ്കിലും കാണാൻ പറ്റി. ഒരു വലിയ പോരാട്ടമുണ്ടായിരുന്നു. നീണ്ട കാലത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് ഈ ജൂലൈ 11 പറയുന്ന ഒരു ദിവസം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇതിൽ അനുകൂലിച്ചവർക്കും എതിർത്തവർക്കും ഇത് വേണ്ടാന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒരു വലിയ പങ്കുണ്ട്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നൊരു പങ്കാണ്. ഞാൻ ആരെയും തള്ളി പറയുന്നില്ല. സമരം ചെയ്തവരെയും സ്റ്റേഷൻ കത്തിച്ചവരെയും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയവരെയും കോടതികളിൽ പോയവരെയും എല്ലാവരെയും നന്ദിയോടെയാണ് ഞാനിപ്പോൾ സ്മരിക്കുന്നത്. കാര്യം അത്തരം എതിർപ്പുകൾ നമുക്ക് വലിയ ഊർജം തന്നിട്ടുണ്ട്. ആ എതിർപ്പുകൾ അതിജീവിക്കാൻ, കൂടുതൽ പഠനങ്ങൾ നടത്താൻ, സത്യം കണ്ടുപിടിക്കാൻ, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കാൻ ഒക്കെയായിട്ട് ഒരുപാട് അവസരങ്ങളാണ് അവർ ഈ എതിർപ്പിലൂടെ ഞങ്ങൾക്ക് തുറന്നു നൽകിയത്. അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഒരുപാട് പേരുടെ പങ്കുണ്ട് അതിനകത്ത്. തിരുവനന്തപുരത്തിരിക്കുന്നവർ മാത്രമല്ല, കേരളം മുഴുവനുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് പല മുഖങ്ങളും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. എത്രയോ നാളുകളായി നമ്മളുമായി സഹകരിച്ച് ഈ വിഷയത്തിൽ അവർക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി അവർ അല്ലാതെ അവരവരുടെ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഈ ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് പേരുടെ പങ്കാളിത്തം വിദേശ രാജ്യങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കേരളീയർ മാത്രമല്ല, ഇതിൽ ഈ വിഷയം പോലും അറിയാതെ നമ്മളോട് സഹകരിച്ച വിദേശികൾ പോലും ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം ഉള്ള ഒരു നന്ദി ഈ സമയത്ത് ഓർക്കുകയാണ്. ഇവിടെ ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ ഗവൺമെൻറ്റുകൾക്ക് പല ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഗവൺമെൻറ്റിന് അടുത്തത് എന്താണ് സ്റ്റെപ്പ് എന്നുള്ള ഒരു വലിയ സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെയാണ് എല്ലാ ഗവൺമെൻറ്റുകളും കടന്നു പോയിട്ടുള്ളത്. ഒരു ടെൻഡർ പോലും കിട്ടാത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പല ടെൻഡറുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു 30 വർഷത്തെ ഒരു നീണ്ട ചരിത്രം. ഞങ്ങൾ പറയുന്നത്, തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ എലക്ട് ഓർ റിജക്റ്റ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭരണകൂടത്തെ മാറ്റാം, താല്പര്യമുള്ളവരെ കൊണ്ടുവരാം. അതിനുള്ളൊരു പൊളിറ്റിക്കൽ ഫ്രീഡം നമുക്ക് ലഭിച്ചു. ഇതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവർക്കും, കേരളത്തിൽ കാസർഗോഡ് അങ്ങറ്റത്തുള്ളവർക്കും, ഇങ്ങ് പാറശാല വരെ എല്ലാവർക്കും, അതിനപ്പുറം കന്യാകുമാരി, കർണാടക, എല്ലാ ജനങ്ങൾക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു വലിയ ആനുകൂല്യമാണ് ഈ പ്രൊജക്റ്റിലൂടെ കൈവരുന്നത്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ, നടപ്പിലാക്കാൻ ഗവൺമെൻറ്റുകൾക്ക് വലിയ ഉത്തരവുണ്ട്. ഞാൻ ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഫ്രം ദി വാർഡ് മെമ്പർ, അല്ലാതെ പിണറായി വിജയൻ ഗവൺമെൻറ് എന്നുള്ളതല്ല. ആ പ്രദേശത്തെ വാർഡ് മെമ്പർ മുതൽ പാർലമെൻറ്റ് വരെ, MP മുതൽ എൻറ്റയർ പാർലമെൻറ്റ് സ്ട്രക്ചർ ഒരു വലിയ പങ്കുണ്ട്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ശ്രദ്ധ, പഠനം, സഹായം, നിർദ്ദേശങ്ങൾ ഈ പദ്ധതി ഇനിയും ആവശ്യമാണ്. പൂർണ്ണമായ തോതിൽ ഉപയോഗപ്പെടുത്താൻ. അല്ലാതെ ഒരു പദ്ധതി വന്നു, ഒരു കപ്പൽ വന്നു, കുറച്ച് കണ്ടെയ്നർ ഇറക്കി വെച്ചു, അങ്ങ് പോയി എങ്കിൽ ഇത് മറ്റൊരു വല്ലാർപാടമോ ഒരു തൂത്തുകുടിയോ പോലെയായി മാറിപ്പോയേക്കാം. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു താല്പര്യവും പഠനവും അന്വേഷണവും തീരുമാനങ്ങളും ഈ പദ്ധതിക്ക് തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ ആവശ്യം. കാരണം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ട എന്താണ്? അവരുടെ മക്കൾക്ക് ജോലി വേണം, ജീവിക്കാനുള്ളൊരു മാർഗം വേണം, ഒരു തൊഴിൽ വേണം, വരുമാനം വേണം, മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം വേണം. ഇതെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൽ വന്നു പോയാൽ അതൊന്നും നടക്കില്ല. അതിൻ്റെ ബാക്കപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്താനുണ്ട്. അതിന് ഏത് ഗവൺമെൻറ് ആയാലും, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങിയ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്കും അവരവരുടേതായ പങ്കുകൾ നിർവഹിക്കാനുണ്ട്. വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു സാധ്യതയാണ്. നമ്മുടെ 10 നോട്ടിക്കൽ മൈൽ അകലെ കണ്ടല്ലോ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ കടൽ എത്ര ദൂരം, ഞാൻ ഡെയിലി 10-15 പ്രാവശ്യം കടൽ കാണുന്ന ആളാണ്. ഈ കടലിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൂടെയാണ് ലോകത്തിൻ്റെ വ്യാപാരം നടക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ അത് അവഗണിച്ചു, നമുക്ക് വേണ്ടാന്ന് വെച്ച്. ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് നമ്മൾ
ഒരു മാഗ്നറ്റ് വെച്ച് വിഴിഞ്ഞത്തിന് ഈ കപ്പലുകളെല്ലാം വലിച്ചെടുപ്പിക്കാം. അങ്ങനെ വരുന്ന കപ്പലുകൾ പണവുമായിട്ടാണ് വരുന്നത്. ലിറ്ററലി പണമാണ്. അവർ കൊണ്ട് കണ്ടെയ്നറിൽ ഇറക്കുമ്പോൾ കണ്ടെയ്നർ അത് പണമായിട്ട് കൺവേർട്ട് ചെയ്യും, ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യും, ജോലികളായിട്ട് കൺവേർട്ട് ചെയ്യും. അതിവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിക്കും, ഇവിടുത്തെ ഹോട്ടൽ തൊഴിലാളിക്കും, പൊറോട്ട അടിക്കുന്നവർക്കും, ബാർബറിനും ഒരാളെ പോലും നമുക്ക് ഒഴിവാക്കാൻ, ഈവൻ ഭിക്ഷക്കാരനെ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവരുടെ പോലും വരുമാനത്തിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വിഴിഞ്ഞം പ്രോജക്റ്റ്. ഇതൊരു കേവലം എയർപോർട്ട് പോലെയോ ഒരു മെട്രോ പോലെയോ അല്ലെങ്കിൽ ഒരു എയിംസ് പോലെയോ അല്ല. ഇതൊരു കാറ്റലിസ്റ്റാണ്. ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ, ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ട്രേഡ്, ഷിപ്പിംഗ്. മറൈൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് വോളിയം മണിയാണ്, ബിഗ് ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരി എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അവസരം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ജർമ്മനിയുടെ ഒരു കോൺസുലർ ഇവിടെ വന്നു. ഒരു ഗവൺമെൻറ് ക്ഷണിച്ചില്ല, ഒരു ഗവൺമെൻറ്റും അവരെ കൂട്ടിക്കൊണ്ട് വന്നതല്ല. അവർ സ്വയം വന്നു, പ്രോജക്റ്റ് കണ്ടു, തിരിച്ചു പോയി. എന്തിനാണ്? അവരുടെ ചാൻസലർ, ഇത് വലിയ ഡിസ്റ്റർബൻസ് വരില്ലേ? കുഴപ്പം. ജർമ്മനിയുടെ ചാൻസലർ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ വരികയാണ്, ഔദ്യോഗിക സന്ദർശനത്തിന് വരികയാണ്. അപ്പോൾ ഇവർ പഠിക്കാനാണ് വന്നത്. അദ്ദേഹം വരുമ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെ നടത്തണം, എവിടെ നടത്തണം എന്നുള്ളത് അതിൻ്റെ ഫീസിബിലിറ്റി അറിയാനാണ് വന്നത്. നാളിതുവരെ അങ്ങനെ ഒരു ചരിത്രമില്ല. നമ്മൾ ക്ഷണിക്കാതെ ഒരാൾ പോലും ഇവിടെ വരാറില്ല. നമ്മൾ ക്ഷണിക്കാതെ ഇവിടെ നമ്മൾ അറിയാതെ പോലും പലരും വന്നു പോകുന്നുണ്ട്. എൻ്റെ അറിവിൽ തന്നെ പലരും വന്ന് ഇവിടെ നിക്ഷേപം നടത്താൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞു പോയവരുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കുറച്ച് പ്രോആക്റ്റീവ് ആയാലോ, ഗവൺമെൻറ് കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുത്താലോ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ കൊടുത്താലോ, ടെക്നോ പാർക്ക് പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താലോ, ആൻ അവാലഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു ഒഴുക്കായിരിക്കും. മറ്റ് രാജ്യങ്ങളിലോട്ട് പോയിരിക്കുന്ന നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വരാൻ പറ്റുന്ന ഒന്നാം തരം ഒരു കാറ്റലിസ്റ്റാണ്. നമുക്ക് കേരളത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. കേരളത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മുടെ പോസിറ്റീവ്സ്, ഹ്യൂമൻ ഇൻഡെക്സ്, നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, ജീവിത നിലവാര സൂചിക, ഹെൽത്ത് ഇൻഡെക്സ്, എഡ്യൂക്കേഷണൽ ഇൻഡെക്സ്, ഇതെല്ലാം വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനനുസരിച്ച് അതിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ പ്രയോജനം. നമ്മൾ പറഞ്ഞു നടന്ന ഇവിടെ ഒരു സ്വപ്നമാണ് ദുബായ് ആകും, സിംഗപ്പൂർ ആകും എന്നൊക്കെ പറഞ്ഞു നടന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരുപാട് പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് ഇനിയും എടുക്കാനുണ്ട്. ഈ വിഴിഞ്ഞം പ്രൊജക്റ്റിലെ വലിയ രീതിയിലൊരു പ്രതിസന്ധി സർക്കാർ നേരിട്ടിരുന്നു. ആ പ്രതിസന്ധികളിലൊക്കെ തന്നെയും തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. ആ പ്രതിസന്ധിയൊക്കെ ക്രിയേറ്റഡ് പ്രതിസന്ധികളാണ്. ഇവിടെ ഒരു ഞാനൊരു മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വരുന്നതാണ്. യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്താണെന്ന് എന്നെപ്പോലെ ഈ സമരം ചെയ്ത ഒരാളും പഠിച്ചിട്ടില്ല. ഞാൻ 36 വർഷമായിട്ട് ജേർണലിസ്റ്റായിട്ട് തുടങ്ങിയത് മുഴുവൻ ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ മാത്രമല്ല, ആദിവാസികളായാലും കർഷക തൊഴിലാളികളായാലും എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളുടെയും ജീവിതത്തിൽ ഗുണപരമായ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി. മത്സ്യത്തൊഴിലാളികൾ അണിനിരത്തി സമരം ചെയ്തത് 2022 സമരം ചെയ്യുമ്പോൾ ഇവരാദ്യമായിട്ടല്ല സമരം ചെയ്യുന്നത്. ഇവർ 30 വർഷമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. അന്ന് വേറെ പലരുമായിരുന്നു കാരണം. റിസോർട്ടുകാർക്ക് വേണ്ടി ഇവർ സമരം ചെയ്തിട്ടുണ്ട്. റിസോർട്ടുകാർ വാസ്തവത്തിൽ മത്സ്യത്തൊഴിലാളികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഭാഗമാണ്. വാസ്തവത്തിൽ ബീച്ച് കൈയടക്കി വെച്ചിരിക്കുന്നവരാണ് റിസോർട്ട് വിഭാഗം, അല്ലേ? അവർക്ക് വേണ്ടിയായിരുന്നു ഇവർ ആദ്യം സമരം ചെയ്തത്. എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ ലേബലിൽ ഒരു സമരം കൊണ്ടുവന്നത്. ആ സമരം ഈ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. 140 ദിവസം അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ഫ്ലോറിയെ കിട്ടാനുള്ള എല്ലാ ശ്രമവും ഇവർ നടത്തി. ഫ്ലോറിയ അറിയാമോ? ഇവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. EMS മന്ത്രിസഭയെ താഴെ ഇട്ടത് ഫ്ലോറിയ എന്ന് പറയുന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്നതിലൂടെയാണ്. അങ്ങനെ ഒരു ഫ്ലോറിയ സൃഷ്ടിക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഈ സമരത്തിൻ്റെ പിന്നിൽ അജണ്ടയായിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഒരു മടിയില്ല. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വളരെ ബോൾഡായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ഒരു ഗവൺമെൻറ് വളരെ വേണ്ട വിധത്തിൽ ആ സമരത്തെ, ഞാൻ കൈകാര്യം ചെയ്തു എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, വേണ്ട വിധത്തിൽ അത് ഡീൽ ചെയ്തു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു സമരം എങ്ങനെ രമ്യമായി പരിഹരിക്കാം, രമ്യമായോ എന്നൊക്കെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തർക്കം തുടരുന്നുണ്ട്. എന്തായാലും സമരം അവസാനിച്ചു. ഒരു വലിയ വെടിവയ്പ്, ലാത്തിചാർജ്, മരണങ്ങൾ വലിയ കലാപമായി മാറാമായിരുന്ന ഒരു വിഷയത്തെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൻ്റെ എല്ലാ ക്രെഡിറ്റും, കാരണം ഞങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് ആ സമയത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമരത്തിൻ്റെ ഈ ഭാവി പോക്ക് എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ നാടിനെയും ദോഷം ചെയ്യും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വിഷയങ്ങളുമായിട്ട് ഇടയ്ക്കാണെങ്കിലും അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കാനും എൻ്റെ ടീമിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പൾസ് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞൊരാളെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ വാസ്തവത്തിൽ ഇത് വളരെ വിദഗ്ധമായി ഈ സമരത്തെ രമ്യമായി പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, ഗവൺമെൻറ്റിന് കഴിഞ്ഞു.
അതിലൂടെ ഗവൺമെൻറ് ഒരു വലിയ മെസ്സേജാണ് കൊടുത്തത്. ഗവൺമെൻറ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്, ആരെയും തള്ളി അദാനിക്ക് വേണ്ടിയല്ല സമരം നിർത്തിച്ചത്. മുന്നോട്ട് പോകണം, അതേസമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം, പരിഹാരമുണ്ടാക്കണം. ഞങ്ങൾ പറയുന്നത് പോർട്ട് വരുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നവർ. അവർക്കിനി ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ ഇവിടെ വരും. ഇപ്പോൾ സദേൺ തിയേറ്റർ വരുന്നുണ്ട്, തിയേറ്റർ കമാൻഡ് വരികയാണ്. ഈ ഇന്ത്യൻ ഡിഫൻസിൻ്റെ നേവി, എയർഫോഴ്സ്, കരസേന 3 പേരുടെയും കൂടെ ആസ്ഥാനമായി തിരുവനന്തപുരം മാറുകയാണ്. ഇതെല്ലാം ഇവിടെ തൊഴിലവസരങ്ങൾ കൂട്ടും. ഇവിടെ ഏറ്റവും നല്ല മെക്കനൈസ്ഡ് കപ്പലുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റും. അവരുടെ ജീവിതം ഓഖി പോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഇങ്ങനെ അനാഥമായി പോകേണ്ട കാര്യമില്ല. അവരെ സുരക്ഷിതമായിട്ട് ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ടെക്നോളജിയുടെ യുഗത്തിലോട്ട് നമ്മളിപ്പം നേവിയുടെ സാന്നിധ്യം, നേവിയുടെ കപ്പലുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നൊരു താമസം ഉണ്ടായി. ഇനി ഇവിടുന്ന് കപ്പലുകൾ പോയാൽ, ഹെലികോപ്റ്റർ പോയാൽ പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും ഒരുപാട് സൗകര്യങ്ങൾ ഈ പദ്ധതിയിലൂടെ നമുക്ക് കൈവരികയാണ്. അതെല്ലാം ക്ഷമയോടെയും സഹനത്തോടെയും സ്വീകരിക്കാനും വിലയിരുത്തുവാനുമുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം. അതേപോലെ തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ഒരുപാട് പ്രതിസന്ധി, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധി നേരിടുന്നു. പ്രകൃതി ദുരന്തം അടക്കം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ പദ്ധതി കടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. 2015 ഡിസംബർ മാസം 5-ാം തീയതിയാണ് നിർമ്മാണം തുടങ്ങുന്നത്. ഓഖി അടിച്ചു, ടൗട്ടെ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു, ഒരുപാട് ദിവസങ്ങൾ, പ്രവർത്തന ദിവസങ്ങൾ നഷ്ടമായി. പാറയുടെ ലഭ്യത കുറവ് വലിയ പ്രതിസന്ധികളായി. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി നേരിട്ട ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്, മനുഷ്യർ ഉണ്ടാക്കിയ തടസ്സങ്ങൾ എല്ലാം കൂടെ വെച്ച് പരിഗണിക്കുമ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ ഒരു അത്ഭുതമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ റോൾ ഗവൺമെൻറ്റിനുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, എതിർത്തവർക്കുമുണ്ട്, അനുകൂലിച്ചവർക്കുമുണ്ട്. എന്തായാലും നമ്മളൊരു കാര്യം സാധ്യമാണ്, പറയുന്ന കാര്യം നടപ്പാക്കാൻ പറ്റും എന്ന് ഗവൺമെൻറ് തെളിയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ടെയ്നർ അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ഇതൊരിക്കലും നടത്തില്ല എന്ന് വാശി പിടിച്ചവരോട് എല്ലാ ബഹുമാനത്തോടെയും ഞാൻ സംസാരിക്കുകയാണ്. വേണമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം സാധ്യമാണ്.